നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ തിയാഗോ സിൽവയുടെ ഫ്ലുമിനൻസ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ കടന്നിരിക്കുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ചു വന്ന അൽ ഹിലാലിനെ ഇതാ 2-1 ക്വാർട്ടർ ഫൈനലിൽ അവർ വീഴ്ത്തിയിരിക്കുകയാണ്. മത്സരത്തിൽ മാർട്ടിനെല്ലിയും ഹെർക്കുലീസുമാണ് ഫ്ലുമിനൻസിനായിട്ട് ഗോളുകൾ കണ്ടെത്തിയത്. അൽ ഹിലാലിൻ്റെ ഗോളും ബ്രസീലിയൻ താരത്തിൻ്റെ വകയായിരുന്നു. മാർക്കസ് ലിയനാർഡോയാണ് അവർക്കായിട്ട് ഗോൾ കണ്ടെത്തിയത്. മത്സരത്തിൽ ഫ്ലുമിനൻസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് എഴിയാസും ജർമ്മൻ ക്യാനയുമാണ് ഒരുമിച്ചിറങ്ങിയത്. മറുഭാഗത്ത് മാർക്കസ് ലിയനാർഡോ, മാൽക്കം മിലങ്കോവിച്ച് സേവിച്ച് എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് അൽ ഹിലാലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 40ാമത്തെ മിനിറ്റിലാണ് ആദ്യ ഗോൾ പിറക്കുന്നത്. ആ ഗോളിലൂടെ അൽ ഹിലാലിനെ പിന്നിലാക്കി ഫ്ലുമിനൻസ്. അവർക്ക് വേണ്ടി മാറ്റിയസ് മാർട്ടിനെല്ലി ആദ്യ ഗോൾ കണ്ടെത്തി. ഇടവേള സമയത്ത് ഏകപക്ഷീയമായ ഒരു ഗോളിന് ഫ്ലുമിനൻസ് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ ഗോൾ മടക്കിയടിക്കാനുള്ള ശ്രമങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ട് മാർക്കസ് ലിയനാർഡോ പന്ത് വലയിലേക്ക് എത്തിച്ചു. ഒരു കോർണറിനെ തുടർന്ന് വന്ന് ഫ്രീ ആയിട്ട് നിന്ന കുലിബലി പന്ത് ലിയനാർഡോക്ക് കൊടുക്കുകയായിരുന്നു. ലിയനാർഡോ അത് കൃത്യമായിട്ട് ഫിനിഷ് ചെയ്തു. 51ാമത്തെ മിനിറ്റിൽ 1-1. എന്നാൽ ഹെർക്കുലീസ് സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന് വീണ്ടും ഗോളടിക്കുന്ന ഹെർക്കുലീസിനെയാണ് നമ്മൾ കാണുന്നത്. ഹെർക്കുലീസ് 70ാമത്തെ മിനിറ്റിൽ ഗോളടിക്കുന്നു. ആ ഗോൾ അൽ ഹിലാലിൻ്റെ മടക്ക ടിക്കറ്റ് നൽകുന്നതായി. കളിയുടെ അവസാനത്തിൽ കൂലിബലിയെ ഫൗൾ ചെയ്തതിന് പെനാൽറ്റി ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അൽ ഹിലാൽ എന്ന് പറയുമ്പോൾ കോച്ച് നന്നായിട്ട് ഹീറ്റായിരുന്നു. അത് കളി കഴിഞ്ഞിട്ട് റഫറിയുടെ ചുറ്റും വട്ടം കൂടി അൽ ഹിലാൽ താരങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഏതായാലും അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. 2-1 വിജയവുമായിട്ട് ഫ്ലുമിനൻസ് ഇതാ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.